നമസ്കാരം, ഞാൻ ഉന്മേഷ്. വിരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. യുക്രൈൻ നഗരമായ സുമയിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ മരണം 32 ഓശാന ദിനത്തിൽ ജനങ്ങൾ പള്ളിയിൽ പോകുമ്പോഴായിരുന്നു ആക്രമണം. തിരക്കേറിയ നഗരത്തിൽ നടത്തിയ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കി അപലപിച്ചു. അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം റഷ്യ ലംഘിച്ചെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. ഓശാന ദിനത്തിലെ ആക്രമണം മര്യാദയുടെ എല്ലാ പരിധിയും ലംഘിച്ചെന്ന് അമേരിക്കയുടെ യുക്രൈൻ പ്രതിനിധി പറഞ്ഞു. ആക്രമണത്തെ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും അപലപിച്ചു. ഷാർജയിൽ 2 തീപിടുത്തം. അൽ നഹദയിലെ ജനവാസ മേഖലയിലും വ്യാവസായിക മേഖല 15-ലെ വെയർഹൌസിലും തീപിടുത്തമുണ്ടായി. ഷാർജ അൽ നഹദയിലെ ജനവാസ മേഖലയിലെ കെട്ടിടത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ 4 പേർ മരിച്ചതായും 6 പേർക്ക് പരിക്കേറ്റതായും അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സിവിൽ ഡിഫൻസും പോലീസും ഉടൻ സ്ഥലത്തെത്തി 2 തീയണച്ചു. മരിച്ചവരുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അപകടത്തിൽ ഷാർജ പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങി നാടും നഗരവും. സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ദുബായിലെ മലയാളികൾ. വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദുബായിൽ നിന്നും അരുൺ പാറട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മനസ്സ് നിറഞ്ഞ് വിഷു ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികളും. പ്രവാസി ലോകത്തെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നാളെ വിഷു കണി ഒരുക്കുന്നതിന്റെയും വിഷു സദ്യ ഒരുക്കുന്നതിനുമായുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് പ്രവാസി മലയാളികൾ. കണി ഒരുക്കുന്നതിനായി കണി വെള്ളരിയും വിഷു കണിക്കൊന്നയും എല്ലാം നാട്ടിൽ നിന്നും പ്രത്യേകം എത്തിച്ചാണ് ഓരോ സൂപ്പർ മാർക്കറ്റുകളിലും വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. വിഷുവിനുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. എല്ലാ വർഷവും നന്നായി ആഘോഷിക്കാറുണ്ട്. നാളെ ഓഫീസുണ്ട്, അതുകൊണ്ട് നാട്ടിൽ പോകാനാണോ? ഇല്ല, ഇവിടെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ 10 years ആയി. അപ്പോൾ എല്ലാ വർഷവും ലുലു തന്നെ ആയിരിക്കും നമ്മുടെ വിഷു സാധനങ്ങൾ മേടിക്കലും ഇതെല്ലാം. പിന്നെ വിഷുക്കണി ആൾറെഡി കണ്ടു ലുലുവിൻ്റെ വക. വളരെ സന്തോഷം. ഈ കണിക്കൊന്നയും കണി വെള്ളരിയും എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചാണ് പ്രവാസി മലയാളികൾക്ക് കണി ഒരുക്കുവാനായി ഓരോ സൂപ്പർ മാർക്കറ്റുകളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം വാങ്ങുവാനായി ആളുകളുടെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി വീടുകളിൽ സദ്യ ഒരുക്കാൻ കഴിയാതെ പോകുന്നവർക്ക് ഇവിടെയുള്ള ഹോട്ടലുകൾ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. യുഎയിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ പായസമേളയടക്കം വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സദ്യയൊക്കെ ഒരുക്കാനുള്ള ശ്രമത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ലുലുവിൽ വന്നത്. നമ്മൾ എല്ലാം കണ്ടിട്ട് പറഞ്ഞ ചക്ക ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ അതിനൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും ശരി, പാരൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിഷു പ്രാവശ്യം അടിപൊളിയാക്കാനുള്ള ശ്രമത്തിലാണ്. ഫസ്റ്റ് ടൈമാണ് UAE വിഷു. അപ്പം ജസ്റ്റ് കോടി എടുക്കാനൊക്കെ ഓർത്ത് ഇറങ്ങിയതാണ്. செலிப்ரேட் பண்ணுவோம், அதெல்லாம் ப்ராப்ளம் இல்லை. மேக்ஸிமம் நான் என்னோட ஆஃபீஸில் எல்லாம் மலையாளிஸ் தான். நல்லா விஷயம் நல்லா സെലിബ്രേറ്റ് பண்ணுவோம். സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം തന്നെ വിഷുക്കോടി എടുക്കാനും ഇവിടെ ആളുകളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ആഘോഷങ്ങളും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ചാഘോഷിക്കുന്നവരാണ് പ്രവാസികൾ. ഈ വിഷു എത്തുമ്പോഴും അതിന് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ഇനിയിപ്പോഴാ ഈസ്റ്റർ വരാനിരിക്കുന്നുണ്ട്. ഈ ഈസ്റ്ററും വിഷുവും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസി മലയാളികൾ. എല്ലാവരും വീടുകളിൽ സദ്യ ഒരുക്കും, ബാച്ചലർ മുറികളിലാണെങ്കിലും ഒരുമിച്ച് ചേർന്ന് സദ്യ ഒരുക്കും. എല്ലാം ആഘോഷം കെങ്കേമമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. സമൃദ്ധിയും നന്മയും കണികണ്ട് തിരക്കുകൾക്കിടയിലും വിഷു ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് സൗദിയിലെ പ്രവാസി മലയാളി സമൂഹം. കേരള തനിമയോടെ വിഷു ആഘോഷിക്കാൻ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഒരുക്കി വിപണികൾ സജീവമായി. ദമാമിൽ നിന്നും സുബൈറുദ്ദീനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകൾ ഉണർത്തി വീണ്ടും വിഷുക്കാലം എത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. സൗദിയിലെങ്ങുമുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ വിഷുസദ്യക്കും കണിയൊരുക്കുന്നതിനുമുള്ള വിഭവങ്ങൾ നിരന്നു കഴിഞ്ഞു. കണിക്കൊന്നയും പഴങ്ങളും പച്ചക്കറികളും ഒക്കെയായി പരമ്പരാഗത ശൈലിയിൽ സമൃദ്ധമായി തന്നെയാണ് മലയാളി വീടുകളിൽ കണിയൊരുക്കി വിഷു ആഘോഷിക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വിഷു ദിവസം രാവിലെ കണി വെക്കുന്നതിനടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. വിഷുവിന്റെ ഒരു വൈബ് ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് കിട്ടി. നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ വാങ്ങാനും പുതുക്കോടി എടുക്കാനും പ്രവാസികൾ എത്തിക്കഴിഞ്ഞു.
കണിക്കൊന്ന മുതൽ വിഷുവിന് അണിയാനുള്ള പരമ്പരാഗത കേരളീയ വസ്ത്രങ്ങൾ വരെ വാങ്ങാൻ ഹൈപ്പർ മാർക്കറ്റുകളിൽ തിരക്കാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. കണിക്കൊന്ന തൊട്ട് വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇത്തവണത്തെ വിഷുവും എല്ലാ വർഷത്തെയും പോലെ നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ വക വിഷു ആശംസകൾ നേരുന്നു. നാട്ടിലെ പോലെ തന്നെ വിഷു ആഘോഷിക്കാൻ വേണ്ടുന്നതെല്ലാം ഓരോ സ്ഥലത്തും സജ്ജീകരിച്ചിട്ടുണ്ട്. 33 വർഷത്തിനുള്ളിൽ എനിക്ക് വളരെ കുറച്ച് നാൾ മാത്രമേ നാട്ടിൽ വിഷു കൂടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഞങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പായിട്ടൊക്കെ വിഷു കൂടാറുണ്ട്. വിഷുവിനോടനുബന്ധിച്ച് പായസമേള അടക്കമുള്ള വിവിധ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. വിഷു എന്നാൽ കണിയും കൈനീട്ടവും വിഷുസദ്യയും തന്നെയാണ് പ്രധാനം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതിയൊരു വർഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ തുടങ്ങാനൊക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. വിഷു വിഭവങ്ങളെല്ലാം നേരത്തെ തന്നെ കടൽ കടന്നെത്തിയിരുന്നു. വിഷുവിനുള്ള പർച്ചേസിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രഷായിട്ടുള്ള കൊന്ന പൂവ്, ഫ്രഷായിട്ടുള്ള വെജിറ്റബിള്, ഇല, കാര്യങ്ങളെല്ലാം പ്രൈസും കൺവീനിയൻ്റ് ആണ്. വിഷുസദ്യ വിഭവങ്ങൾക്കും വെജിറ്റബിൾ ഇനങ്ങളിലും വൻ വിലക്കിഴിവും ഒരുക്കിയാണ് ഈ വർഷം വിപണികൾ ഉപഭോക്താക്കൾ സ്വീകരിക്കുന്നത്. ഈ പുതുവർഷത്തെ വരവേൽക്കാനും ആഘോഷിക്കാനും നമ്മളിവിടെ ലുലുവിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഓഫർ ഉണ്ട്. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വിഷു ആശംസകൾ. വിവിധ ഇനം വിഭവങ്ങൾ നിരത്തിയുള്ള വിഷുസദ്യ ഒരുക്കാനുള്ള തിരക്കിലാണ് മിക്ക റെസ്റ്റോറൻറ്റുകളും. നമ്മൾ 33 ഐറ്റം വിഭവങ്ങളോടുള്ള വിഷു സദ്യയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള അച്ചാറ് ഐറ്റംസ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. വിഷു വരുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇവിടുത്തെ സ്വാഭാവികമായിട്ട് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസ്റ്റോറൻറ്റിൽ വരാനും വിഷു സദ്യ ആസ്വദിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തറവാട് ദമാമിൽ നമ്മൾ വീണ്ടും വിഷു സദ്യയായിട്ട് വരുന്ന വെള്ളിയാഴ്ച 33 വിഭവങ്ങളുടെ സദ്യ തന്നെ വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളേക്ക് വേണ്ടി കണി കണ്ടുണരാൻ വിഷു എത്തുന്നതോടെ സൗദിയിലെ പ്രവാസികളും ഒരുങ്ങിക്കഴിഞ്ഞു. ദമാമിൽ നിന്നും ക്യാമറമാൻ മനോജിനോടൊപ്പം സുബൈറുദ്ദീനൂർ, 24 ദമാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ഡൽഹിയിൽ അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘം അറസ്റ്റിൽ. രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും നവജാത ശിശുക്കളെ കൊണ്ടുവന്ന് ഡൽഹിയിലെ സമ്പന്ന കുടുംബങ്ങൾക്ക് വിൽക്കുന്ന സംഘം പിടിയിലായി. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ഉന്മേഷ്, ഡൽഹി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അന്തർ സംസ്ഥാന ഈ മനുഷ്യക്കടത്ത് സംഘം പിടിയിലായിരിക്കുന്നത്. 3 പേരെയാണ് ഈ സംഭവത്തിൽ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അഞ്ജലി, യാഷ്മിൻ, ജിതേന്ദർ എന്നീ 3 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 4 ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെയും കണ്ടെടുത്തിട്ടുണ്ട്. ഈ സംഘം ഒരു ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ, സരോജ് എന്ന ഗുണ്ടാ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള നവജാത ശിശുക്കളെ കൊണ്ടുവന്ന് ഡൽഹിയിലെ സമ്പന്നർക്ക് വിൽക്കുന്നതാണ് ഈ സംഘത്തിന്റെ രീതി എന്നും ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങൾ, ഇവർ എത്ര കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ വിൽപ്പന നടത്തിയെന്നും ഇവരുടെ മാതാപിതാക്കളെയും കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലാകാനുണ്ട് എന്നുമാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസിലൻഡ് ഹാമിൽട്ടൺ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഓശാന ഞായർ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് വികാരി ഫാദർ അബിൻ മണക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോൺസ് കോശി സഹകാർമ്മികതനായി. വിശുദ്ധ കുർബാന നടന്നു. 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. സൽക്കാര ചടങ്ങുകളിലെ ആഡംബരങ്ങൾക്കും ദൂർത്തിനുമെതിരെ ബോധവൽക്കരണ പരിപാടികളുമായി സൗദി ഭരണകൂടം. ഇതിന്റെ ഭാഗമായി അടുത്ത വെള്ളിയാഴ്ചത്തെ കുത്തുബയിൽ ഈ വിഷയം അഭിസംബോധന ചെയ്യാൻ മതകാര്യ മന്ത്രാലയം ഖതീബുമാർക്ക് നിർദ്ദേശം നൽകി. വിവാഹം ഉൾപ്പെടെയുള്ള വിരുന്നുകളിൽ നടമാടുന്ന ധൂർത്തിനും ദുർവ്യയത്തിനും ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കുന്നതിനും എതിരെയാണ് രാജ്യവ്യാപകമായി പ്രചാരണം ആരംഭിക്കുന്നത്. രാജ്യത്തെ എല്ലാ പള്ളികളിലും അടുത്ത വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ ഖുതുബയിൽ ഈ വിഷയത്തിൽ ഊന്നിയായിരിക്കും ഖത്തീബുമാർ ഉദ്ബോധന പ്രസംഗം നടത്തുക. ഇത് സംബന്ധിച്ച് മതകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ അബ്ദുള്ള സീസൽ ഷെയ്ഖ് രാജ്യത്തെ എല്ലാ ഖത്തീബുമാർക്കും നിർദ്ദേശം പുറപ്പെടുവിച്ചു. മതപരവും സാമൂഹികവും സാമ്പത്തികവുമായ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഈ ദുഷ്പ്രവണതയ്ക്കെതിരെ സമൂഹത്തിൽ അവബോധം വളർത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭക്ഷണം പാഴാക്കി കളയുന്നതും അവയുടെ വൈവിധ്യങ്ങളും സമൃദ്ധിയും പെരുപ്പിച്ചു കാണിക്കുന്നതും ദൈവാനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഏറ്റവും വലിയ തിന്മകളിലൊന്നാണ്. ദൈവിക കൽപ്പനകൾക്കും പ്രവാചക ചര്യകൾക്കും വിരുദ്ധമായ ഈ പ്രതിഭാസം അനാവശ്യ പണച്ചെലവുകൾക്കും ആവശ്യമില്ലാതെ കന്നുകാലികളുടെ ജീവനെടുക്കുന്നതിനും കാരണമാകുന്നു. സാമ്പത്തിക ശേഷിയില്ലാത്തവരെ കടബാധ്യതകളിൽ അകപ്പെടുത്തുവാനും
ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഹൃദയം വ്രണപ്പെടുത്തുവാനും മാത്രമേ ഇത്തരം ആർഭാട വിരുന്നുകൾ ഉപകരിക്കുകയുള്ളൂ എന്നും ഖത്തീബുമാർക്ക് അയച്ച നിർദ്ദേശത്തിൽ മന്ത്രി സൂചിപ്പിച്ചു. ആർഭാട വിരുന്നുകളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന പ്രവണതകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുവാനും മന്ത്രി ഖത്തീബുമാരോട് ആവശ്യപ്പെട്ടു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. കുവൈറ്റിൽ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നതിന് ഇനി മുതൽ 10 ദിനാർ അധിക ഫീസ് നൽകണം. ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഗതാഗത നിയമത്തിലെ നിയന്ത്രണങ്ങളും പുതിയ ഭേദഗതികളും സംബന്ധിച്ച് മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനപ്രകാരമാണ് പുതിയ ഫീസ് ചുമത്തുന്നത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് സൗദിയിലെ അൽ ഹസയിൽ 3 വയസ്സുകാരൻ മരിച്ചു. കണ്ണൂർ വള്ളിത്തോട് സ്വദേശി ഷംസുദ്ദീന്റെ മകൻ മുഹമ്മദ് ആദമാണ് മരിച്ചത്. സൗദിയിൽ സന്ദർശന വിസയിലെത്തിയ ഇവർ ഉംറ നിർവഹിച്ച ശേഷം അൽ ഹസയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നാണ് സംശയം. ശാരീരികാസ്വാസ്ഥ്യത്തെ തുടർന്ന് അൽ ഹസയിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കുട്ടിയുടെ സഹോദരനും ആരോഗ്യ പ്രയാസങ്ങൾ കാരണം ചികിത്സ തേടിയിരുന്നു. ഈ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. കുവൈറ്റിൽ നിന്ന് ബഹ്റൈനിൽ സന്ദർശനത്തിന് എത്തിയ മലയാളി യുവാവ് അന്തരിച്ചു. കോഴിക്കോട് കാപ്പാട് സ്വദേശി ഫായിസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ നിന്ന് വാണിജ്യാവശ്യാർത്ഥം ബഹ്റൈനിൽ എത്തിയതായിരുന്നു 20-കാരനായ ഫായിസ്. മനാമയിലെ താമസ സ്ഥലത്ത് പുലർച്ചെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ഫായിസിനെ സൽമാനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. കർണാടകയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി പോലീസ്. ഹുബ്ബള്ളിയിലാണ് സംഭവം. 35-കാരനായ ബീഹാർ സ്വദേശി നിതേഷ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പോലീസിന് നേരെ വെടിയുതിർത്തപ്പോൾ തിരിച്ച് വെടിവെച്ചുവെന്ന് ഹുബ്ബള്ളി SP ശശികുമാർ പറഞ്ഞു. ഇന്നലെയാണ് 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആളൊഴിഞ്ഞ വീട്ടിലെ ശുചിമുറിയിൽ ഉപേക്ഷിച്ചത്. പ്രതിയുടെ വീടിന് നേരെ നാട്ടുകാരുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഒരു പോലീസുകാരൻ ചികിത്സയിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയ ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലേക്ക് കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഓശാന ഞായറായ ഇന്ന് ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നുള്ള പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതോടെ പള്ളിവളപ്പിലേക്ക് പ്രദക്ഷിണം മാറ്റുകയായിരുന്നു. നിശ്ചയിച്ച പോലെ കുരിശിന്റെ വഴി നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ്മാർ അനിൽ ജോസഫ് തോമസ് കൂട്ടോ പ്രതികരിച്ചു. ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയം മുതൽ ഗോൾഡഖാനയിലെ സേക്രഡ് ഹെഡ് കാത്തീഡ്രൽ വരെയുള്ള കുരിശിന്റെ വഴിക്കാണ് ഡൽഹി പോലീസ് ഇത്തവണ അനുമതി നിഷേധിച്ചത്. സുരക്ഷാ കാരണങ്ങളും ട്രാഫിക് പ്രശ്നവും ചൂണ്ടിക്കാണിച്ച് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള പോലീസിന്റെ അറിയിപ്പ് ഏറെ വൈകിയാണ് സംഘാടകർക്ക് ലഭിച്ചത്. വർഷങ്ങളായി ഓശാന ഞായറിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണം നടത്താറുണ്ടെന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് സ്വാമിനാഥൻ. Actually, we had applied for the permission long back, but due to some reasons, security reasons, they said they will not be able to give us permission. We don't know the reasons. തുടർന്ന് വൈകിട്ട് 3 മണിയോടെ ദേവാലയാങ്കണത്തിൽ വിശ്വാസികൾ ഒത്തുകൂടി. പള്ളിവളപ്പിലായിരുന്നു കുരിശിന്റെ വഴി പ്രദക്ഷിണം സംഘടിപ്പിച്ചത്. നിശ്ചയിച്ച പോലെ പരിപാടി നടത്താൻ കഴിയാത്തതിൽ നിരാശയെന്ന് ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ജോസഫ് തോമസ് കൂട്ടോ. हम डिसअपॉइंटेड हो गए हैं क्योंकि वो मौका हमको नहीं मिल रहा है, लेकिन जैसे प्रभु ने फरमाया है वैसे ही हम करेंगे और ये भी मौका हमारे लिए बहुत ही अच्छा है क्योंकि आखिर में जो हमको चाहिए ये है हमारी प्रार्थना और प्रभु के साथ जुड़ाव. സമീപത്തുള്ള സെന്റ് കൊളംബസ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി ദേവാലയ സന്നിധിയിൽ സമാപിച്ചു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമടക്കം സന്ദർശനം നടത്തിയിട്ടുള്ള ദേവാലയമാണ് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം. സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ നടന്നുവരുന്ന കുരിശിന്റെ വഴി കോവിഡ് കാലത്ത് മാത്രമാണ് മുൻപ് മുടങ്ങിയിട്ടുള്ളത്. ഡൽഹി സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാൽ ആണെന്നും മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും സന്ദർശനം നടത്തിയ ക്രൈസ്തവ ദേവാലയം
ഇവിടേക്കുള്ള കുരിശിന്റെ വഴി പ്രദക്ഷിണം തടഞ്ഞ ഡൽഹി പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ രാജ്യത്ത് അതിക്രമം തുടരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം കുരുത്തോല പ്രദക്ഷിണം തടഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് ന്യൂനപക്ഷ വിരുദ്ധമെന്ന് CPIM. ആർക്കും ബോധ്യപ്പെടാത്ത ന്യായങ്ങളാണ്. ക്രമസമാധാനം, പ്രശ്നം, ട്രാഫിക് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധമായ ഭരണ തീരുമാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇത് ഒറ്റനോട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും എതിരായിട്ടുള്ള നിലപാടാണ്. എന്നാൽ അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങളാലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വിശദീകരണം. മറ്റു വ്യാഖ്യാനങ്ങൾ തെറ്റെന്നും മന്ത്രി. ഡൽഹിയിൽ സെക്യൂരിറ്റി വളരെ ടൈറ്റാണ് എന്നുള്ളത് കഴിഞ്ഞ 11-ാം തീയതി തൊട്ട് തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് ഹനുമാൻ ജയന്തിയുടെ പ്രൊസഷൻ ഇന്നലെ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ രീതിയിലുള്ള എല്ലാ പ്രൊസഷൻസും കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് അനുവദിക്കുന്നില്ല. പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി. ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നാക്രമണം ആർട്ടിക്കിൾ 26 നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന സംഘപരിവാർ അജണ്ടയാണ് വ്യക്തമായത്. വിശുദ്ധവാര തുടക്കത്തിൽ രാജ്യതലസ്ഥാനത്തെ ദേവാലയത്തിൽ കുരിശിന്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത് ക്രൈസ്തവ വിഭാഗത്തിനുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരും. പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സമരത്തിൽ രാഷ്ട്രീയമെന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. അതിനിടെ നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം 12-ാം ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് സമരം അവസാനിപ്പിക്കേണ്ട എന്ന തീരുമാനമെടുത്തത്. ഓണറേറിയം വർധനവും വിരമിക്കൽ ആനുകൂല്യവും അനുവദിക്കും വരെ സമരം തുടരും. സമരത്തെ തകർക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുവെന്ന് സമരസമിതി ആരോപിച്ചു. ഒരു ദിവസം 100 രൂപ എന്ന നിരക്കിൽ 3000 രൂപ അടിയന്തരമായി വർദ്ധിപ്പിച്ചുകൊണ്ടും വിരമിക്കൽ പ്രായത്തെ സംബന്ധിച്ചും ആനുകൂല്യത്തെ സംബന്ധിച്ചുമുള്ള തീരുമാനം അടിയന്തരമായി എടുത്തുകൊണ്ട് 2 ഡിമാൻഡുകൾ നേടിയെടുത്തിട്ട് മാത്രമേ ഈ സെക്രട്ടേറിയറ്റ് നടന്നുള്ള ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മളുടെ കമ്മിറ്റിയിലുണ്ടായത്. ആശാ വർക്കേഴ്സിന്റെ സമരം രാഷ്ട്രീയമെന്ന നിലപാട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. സാംസ്കാരിക നായകർ ഇത് മനസ്സിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം നിയമനം ആവശ്യപ്പെട്ട് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം 12-ാം ദിവസത്തിലേക്ക് കടന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മൈം അവതരിപ്പിച്ചായിരുന്നു ഇന്നത്തെ പ്രതിഷേധം. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഒരാഴ്ച ശേഷിക്കെ സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഗവൺമെന്റ് ഒന്ന് മനസ്സ് വെച്ച 1 മണിക്കൂർ പോലും വേണ്ട. അവര് ഒന്ന് മനസ്സ് വെച്ച് PHQവിൽ അറിയിച്ചാൽ ഞങ്ങൾക്ക് വേക്കൻസി വരാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ലിസ്റ്റിംഗ് ക്യാൻസൽ ആവുന്നതിന് ഒരു 2 ദിവസം മുന്നെയാണ് അവർക്ക് വലിയ ബൾക്ക് വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും തരാവുന്നതേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളെ 1 വയസ്സായതും 3 വയസ്സായ കുട്ടികളെ ഇട്ടിട്ട് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവരുണ്ട്. അതുപോലെ പല പല ജില്ലകൾ, കാസർഗോഡ്, അവിടെ നിന്നൊക്കെ ഇങ്ങി വന്ന് അത്രയും നാൾ നിൽക്കുക എന്ന് വെച്ചാൽ അത് വലിയ പാടാണ്. കാരണം കുട്ടികളൊക്കെ ഉള്ളവർ അതൊക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ. വിഷുദിനമായ നാളെ പുതിയ സമരപരിപാടികൾക്ക് രൂപം നൽകും. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സ് സമരത്തിൽ സമരസമിതി നേതാക്കളെ വിമർശിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രത്തോട് ആവശ്യങ്ങൾ ചോദിക്കാൻ പറയുമ്പോൾ ഒഴിഞ്ഞുമാറുന്നവർ സമര നേതൃത്വത്തിലുണ്ടെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സമരത്തോട് സർക്കാരിന് വിരോധ സമീപനം ഇല്ലെന്നും മന്ത്രി ദുബായിൽ പറഞ്ഞു. ആശാ സഹോദരിമാരെ സമരം ചെയ്യുന്നു. അവർക്ക് കൂടുതൽ വേണമെന്നുള്ള അവരുടെ ആഗ്രഹത്തിന് ന്യായമുണ്ട്. പക്ഷേ ഇത് എവിടുന്ന് കൊടുക്കും? ഏത് സ്കീമിൽ നിന്ന് കൊടുക്കും? കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം വേണമെന്ന് അവരോട് നിങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ പറയേണ്ട ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയുന്ന ലീഡർഷിപ്പ് അതിലുണ്ട്. ഞാൻ ആശാ വർക്കേഴ്സിൽ അല്ല പറയുന്നതെന്ന് പറയണം. നമ്മുടെ പോലൊരു സ്റ്റേറ്റിൽ നമ്മുടെ ഈ പരിമിതിക്കകത്ത് നിന്നും ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുന്നവരോട് ഒരിക്കലും ഒരു ഹോസ്റ്റൈലായിട്ടുള്ള അവരോട് വിരോധപരമായ സമീപനമേ കേരളത്തിലില്ല. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പര്യടനം തുടരുകയാണ്.
SKN40 കേരളയാത്ര വയനാട് ജില്ലയിലെ ആദ്യ ദിന പര്യടനം പൂർത്തിയാക്കി. പുൽപ്പള്ളി സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിലും ബാവലി മക്കാം ഉറൂസിലും മാനന്തവാടിയിലും പര്യടനം നടത്തി. ജനപ്രതിനിധികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ യാത്രയുടെ ഭാഗമായി. മോർണിംഗ് ഷോ വരുന്നത് പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ സംസാരിക്കുന്നത്. വിഷുവും ഈസ്റ്ററും ഇങ്ങെത്തി. ആഘോഷത്തിനൊരുങ്ങുന്ന വയനാട്ടിലേക്ക് SKN40 കേരളയാത്ര എത്തിയപ്പോൾ ആവേശം വാനോളം. ഇത് കേരളത്തിലെ ഏക സീതാ ലവകുശ പ്രതിഷ്ഠാ ക്ഷേത്രമാണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏക സീതാദേവി ലവകുശ ക്ഷേത്രമാണിത്. ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് യാത്രയുടെ ആദ്യ ദിന പര്യടനം ആരംഭിച്ചത്. ആയിക്കോട്ടെ വളരെ സന്തോഷം. ഞങ്ങളുടെ ചെറിയ കുട്ടികളെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് നമ്മൾ സംരക്ഷിക്കണം. അതിന് നമ്മൾ ശക്തിയായിട്ട് നമ്മുടെ കൂടെ വേണം. ഈ MDMA പോലുള്ള മാരകതൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്ന് മുക്തി നേടാനും മറ്റു തൊഴിലില്ലാത്ത ആളുകളുണ്ടെങ്കിൽ സാർ അവരെ ഞങ്ങളെ ഏൽപ്പിച്ചോ, ഞങ്ങളവരെ കൃഷി പഠിപ്പിക്കുന്നതായി. അപ്പൊ ഇതിനെതിരെയുള്ള വലിയ ക്യാമ്പയിൻ, ഡോർ ടു ഡോർ ക്യാമ്പയിൻ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാധ്യമം രംഗത്ത് വന്ന് ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടന്നത്. അപ്പൊ നിങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ, ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ. നമുക്ക് എങ്ങനെയാ ഇതിനെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടല്ലോ. 9:30 പുൽപ്പള്ളി സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ യാത്രയെത്തി. ഓശാന ഞായറിന്റെ കുരുത്തോല വാഴ്വിലായിരുന്നു വിശ്വാസികൾ. ആശംസ അറിയിച്ച ഫാദർ ചാക്കോ ചേലപ്പറമ്പ് യാത്രയ്ക്ക് സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. നമ്മുടെ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവ സമൂഹത്തെ, കുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാവരെയും തന്നെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നുന്ന ഒരു സംഭവമായി മാറിക്കഴിഞ്ഞു. ഇതിനെതിരെ ശക്തിയുക്തം നമ്മൾ എല്ലാവരും ഒന്നിച്ചു പോരാടണം. വയനാടിന്റെ സാഹോദര്യം വിളിച്ചോതുന്ന ബാവലി മക്കാമിലും യാത്രയെത്തി. ബാവലി ചെക്ക് പോസ്റ്റിൽ ലഹരിക്കെതിരെ മനുഷ്യമതിൽ. വൈകുന്നേരം 4:30 മാനന്തവാടി ഗാന്ധി പാർക്കിലും യാത്രയെത്തി. ലഹരി പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രില്ലും അരങ്ങേറി. ലഹരിക്കെതിരെ മാനന്തവാടിയിൽ നാടൊന്നാകെ ഒന്നിച്ചു. മാനന്തവാടി ഒന്നിച്ചുണർന്നോ. അവസാനത്തെ നരാധവനും ഈ നല്ല മണ്ണ് കേരളം വിട്ടുപോകണം. കേരളത്തിൽ ഒരുവനും ഇനി MDMA പോലുള്ള മാരക രാസലഹരി വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. എല്ലാവരും കടന്നു പോകണം. നമ്മുടെ നാട് സമാധാനത്തോടെ കഴിയണം. സമാധാനം ധ്വംസിക്കാൻ ഒരു ശക്തിയെ നമ്മൾ അനുവദിക്കില്ലെന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കോഴിക്കോട് വരൂ. നാളെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് യാത്രാ പ്രയാണം തുടങ്ങും. 24 വയനാട്. ബില്ലുകളിലെ തീരുമാനത്തിൽ സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള ഗവർണറുടെ പരാമർശത്തിൽ പ്രതികരണവുമായി ധനമന്ത്രി KN ബാലഗോപാൽ. അഭിപ്രായം പറയാൻ ആർക്കും അവകാശമുണ്ട്. പ്രായോഗിക തലത്തിൽ കോടതിയുടേതാകും അവസാന വാക്കെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സുപ്രീം കോടതി പോലൊരു കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞു. നിർണായകമായ ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് അതിൻ്റെ ലീഗൽ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യാനും തർക്കം പറയാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി ക്രിറ്റിസിസം ഒക്കെ നടത്താൻ ആൾക്ക് അവകാശമുണ്ട്. ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ വിവിധ വശങ്ങളെ പറ്റിയൊക്കെ അഭിപ്രായം വരും. ആ അഭിപ്രായം വന്നതുകൊണ്ട് ആകെ ഒരു സമീപനത്തിൽ മാറ്റം വരുമെന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. സുപ്രീം കോടതിയുടെ വിധിയാണ് ഫൈനൽ സാധാരണഗതിയിൽ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ ഉള്ള അപൂർവം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഇന്ത്യ. അതുകൊണ്ട് സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രാക്ടീസിനെ സംബന്ധിച്ചുള്ളൊരു ജുഡീഷ്യൽ ഇവാലുവേഷനും റിവ്യൂവും നടത്തുന്നതിനകത്ത് വളരെ പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.